പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ താഴ്ചയെ നമ്മളെ ഓർത്ത കർത്താവിനെ ഈ പകൽക്കാലം സ്തുതിപ്പാൻ കർത്താവ് നൽകി തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ചും ലോത്തിനെ കുറിച്ചും അവർ പോയ സ്ഥലത്തെക്കുറിച്ചും പറയുന്നു. എന്നാൽ ജയിച്ചവരെ കുറിച്ച് നാം പലപ്പോഴും പറയുകയും നമ്മുടെ തലമുറയെ പഠിപ്പിക്കുകയും ജയിച്ചവരെ മാത്രം നോക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പരാജയങ്ങളുടെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. ശരിയല്ലാത്ത മനുഷ്യൻ, തെറ്റുകൾ സംഭവിച്ച മനുഷ്യൻ, തോറ്റുപോയ കുറേ മനുഷ്യൻ തിരുവഴുത്തിലുണ്ട്. എന്നാൽ തോൽവികളുടെ ചരിത്രത്തിൽ നമ്മളെ വിജയത്തിലേക്ക് മുൻപോട്ട് നയിച്ച ഒരു പാഠം അവിടെ ഉണ്ട്. ഒരു ഗുരുവിനെ നമ്മൾക്ക് കാണാൻ കഴിയും. ലോത്തിൻ്റെ പരാജയങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12, 13, 19 അധ്യായങ്ങളിൽ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും എത്രയോ അബദ്ധങ്ങൾ നമുക്കും പറ്റിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ അബദ്ധങ്ങൾ പരാജയം ആയിട്ട് നമുക്ക് പലപ്പോഴും തീർന്നിട്ടില്ലേ? എന്നാൽ അബ്രഹാം ഊർദേശത്ത് നിന്നും വിഗ്രഹങ്ങളെ സേവിക്കുന്ന നാട്ടിൽ നിന്നും പുതിയിടത്തേക്ക് പോയ അബ്രഹാമിൻ്റെ സഹോദരൻ ഹാരാൻ്റെ മകൻ ലോത്തുമായിട്ട് യാത്ര തുടർന്നു. 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, ഹാരാൻ്റെ മകനായ ലോത്തിനെയും കൂട്ടി പോകുമ്പോൾ ആടുമാടുകളെ, കന്നുകാലികളെ, വെള്ളി, പൊന്ന് ഒരു വലിയ കൂട്ടവുമായി മുൻപോട്ട് പോകുമ്പോൾ ഇവർ പോകുന്ന വഴിയിൽ ഒരു പ്രശ്നമുണ്ടായി. 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, രണ്ടുപേരുടെയും കന്നുകാലിടയന്മാർക്ക് തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. പിന്നെ അവർക്ക് ഒരുമിച്ച് കൂടാൻ കഴിയാത്ത തരത്തിൽ പ്രശ്നമായി, വഴക്കായി, കലഹമായി. അബ്രഹാം പറയുന്നുണ്ട്, നമ്മൾ സഹോദരങ്ങളല്ലേ, നമ്മൾക്ക് ഒരുമിച്ച് താമസിക്കാം. പ്രശ്നം ഇതാണ്, അവർക്ക് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നിച്ച് പാർക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ തുടങ്ങി അകൽച്ചയുടെയും ബന്ധത്തിൻ്റെ വിള്ളല്. ബന്ധങ്ങളില്ലാതെയായി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണെന്നും സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുതെന്നും വിശുദ്ധ തിരുവഴുത്ത് പറയുമ്പോൾ യഹോവ ഭക്തിയോടുള്ള അല്പം നല്ലതെന്ന് വിശുദ്ധ തിരുവഴുത്ത് നമ്മളെ ഓർപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ലോത്താകാറില്ലേ? സമ്പത്ത് കൂടുമ്പോൾ രക്തബന്ധങ്ങളെ മറന്ന്, കൂടെ കൂടിയവരെ മറന്ന്, ഇന്നലെ വരെ ലോത്ത് അനുഭവിച്ച അനുഗ്രഹങ്ങളെയും കൂടെ കൂട്ടിയവരെയും ഒക്കെ മറന്നു. ജീവിതത്തിൽ പറഞ്ഞു കാണും, ഒരു കാലത്ത് പറഞ്ഞു കാണും, മതിയായിരുന്നെങ്കിൽ, ഈ ജീവിതം ഒന്ന് അവസാനിച്ചെങ്കിൽ എന്ന് ചിന്തിച്ചൊരു കാലമുണ്ട് ലോത്തിന്. പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടപ്പോൾ പഴയത് പലതും മറന്നു. അതാണ് പറയുന്നത്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ലോത്ത് നോക്കി, ഒന്നും കാണാനില്ല. നോക്കിയപ്പോൾ നല്ല പച്ച പിടിച്ച് നിൽക്കുന്ന പുൽമേടുകൾ, നീരോട്ടമുള്ള പ്രദേശങ്ങൾ, യോർദാൻ അരിയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. കൂടെ കൊണ്ടു നടന്ന സ്വന്തം പ്രായമായ അബ്രഹാമിനെ മറന്നോർത്ത് കാണും, ഇനി അബ്രഹാം പ്രായമായില്ലേ, എത്ര നാളുകൂടെ ജീവിക്കാം, എനിക്കെല്ലാം വെട്ടിപ്പിടിക്കാം എന്നോർത്ത് ആരുമില്ലാത്ത, അപ്പനില്ലാത്തൊരു കുട്ടിയെ കൈപിടിച്ചു തുടങ്ങിയതാ. പക്ഷേ മറന്നു. പലപ്പോഴും ഇങ്ങനെയല്ലേ നമ്മളും? കൈപിടിച്ച് കൊണ്ടുവന്നവരെ മറന്നിട്ടും എനിക്ക് വളരണം, എനിക്ക് ജീവിക്കണം, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പോകണം, എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല എന്ന് പറയുന്നവർ ചിന്തിക്കുക. ലോത്ത് നോക്കിയപ്പോൾ ലോത്തിന് തോന്നിയത് ഇത് യഹോവയുടെ തോട്ടം പോലെയാണെന്ന് തോന്നി. ദൈവത്തെ കൂടാതെ നേടുന്ന അനുഗ്രഹങ്ങളൊക്കെ ദൈവത്തിൻ്റെ തോട്ടമെന്ന് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നാളെ സോദോം ഗോമോറ ആയിത്തീരും. ഇന്ന് പലരെയും മറന്ന് ദൈവത്തിൻ്റെ തോട്ടമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ നാളെ നിന്റെ ശാപത്തിന് കാരണമാകത്തില്ലേ? മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും നേടിയെടുക്കുന്ന നേട്ടങ്ങളെല്ലാം നാളെ നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകില്ലേ? നിന്റെ അപ്പനെ മറക്കല്ലേ, അബ്രഹാമിനെ മറക്കല്ലേ. ജീവിതത്തിൻ്റെ ഈ ബന്ധങ്ങളെ മറന്നവരുടെ ദൈവത്തിൻ്റെ തോട്ടമെന്ന് പറഞ്ഞ് പറുദീസ ജീവിതത്തിൽ ആക്കിയപ്പോൾ, ജീവിതത്തിൽ ഇഷ്ടം പോലെ സമ്പത്ത് കൈ കിട്ടിയപ്പോൾ സ്വന്തം മക്കളെ മറന്നു. ഏറ്റവും പഴയകാല ശാപം അനുഭവിക്കാൻ വിധിച്ചവരുടെ മക്കളാ. ആ മക്കളെ മറന്നു. കന്നുകാലികളെ ഓർത്തു. വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനും വാരിക്കൂട്ടാനും ഉള്ള ഓട്ടത്തിനിടയിൽ കുടുംബം മറന്നു. അപ്പനെയും അമ്മയും മറന്ന് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഇറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങൾ ചിന്തിക്കണം, തിരിച്ചറിയണം. ഇന്ന് നിങ്ങൾക്ക് സ്വർഗ്ഗ തുല്യമായി തോന്നുന്നതൊന്നും എല്ലാം നിങ്ങളെ നരകമാക്കി മാറ്റും. സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. 37-ാം സങ്കീർത്തനം 4-ാം വാക്യം പറഞ്ഞു, യഹോവ തന്നെ രസിച്ചു കൊള്ളുക.
മേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനം കൈക്കൊള്ളണം. സദൃശവാക്യം 8:10-11 വാക്യങ്ങൾ പറയുന്നു, ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. അതിന് തുല്യമായി ഈ ലോകത്തിലൊന്നുമില്ല. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ വാക്കുകൾ ഒരുപക്ഷെ വലുതായപ്പോൾ നിനക്ക് പലതും പറുദീസയെന്നും സ്വർഗമെന്നും ഒക്കെ തോന്നിയേക്കാം. നിന്റെ നിർബന്ധം കൊണ്ടും വാശി കൊണ്ടും നീ നേടിയെടുക്കുന്ന സ്വർഗമാണെന്ന് പറയുന്നതും പറുദീസയാണെന്ന് പറയുന്നത് എന്തും, വിവാഹമായിക്കോട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, ജോലി ആയിക്കൊള്ളട്ടെ, ദൈവഹിതമില്ല നേടുന്നതിനൊന്നും ആയുസ് കാണത്തില്ലെന്ന് പറയുക. അതുകൊണ്ട് യഹോവ ഭക്തി ആണ് ജ്ഞാനം. ദോഷത്തെ വെറുക്കുന്നതാണ് യഹോവ ഭക്തി. അതുകൊണ്ട് ദൈവകൽപ്പനകളെയും ഉപദേശത്തെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്ത് ദൈവിക പരിജ്ഞാനത്തിൽ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവിക വഴികളിൽ നടക്കാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.